നമുക്കിന്ന് 12 ടെൻസസിന്റെ യൂസ് പഠിക്കാം, ഉപയോഗങ്ങൾ പഠിക്കാം. യൂസസ് ഓഫ് ഓൾ ടെൻസസ്. നിങ്ങൾ എല്ലാവരും ടെൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഈ ഓരോ ടെൻസും എവിടെയാ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയാകുമ്പോൾ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഏത് ടെൻസ് എവിടെ ഉപയോഗിക്കാൻ തെറ്റില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, 1 by 1 സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, അങ്ങനെ 4 വെച്ച് പഠിച്ച് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നിന്നും ഒരു 10 സെന്റൻസ് നമുക്ക് പറഞ്ഞ് അതുപോലുള്ള സെന്റൻസ് നേരം നിങ്ങൾക്ക് അവസാനം മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് പതുക്കെ പഠിക്കാം. ഓക്കെ, ആദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഞാൻ ഓൾറെഡി ടെൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചാൽ നമുക്കൊരു 50% കാര്യം എവരിഡേ ലൈഫിലെല്ലാം പറയാം. റുട്ടീൻ ആക്ഷനെയും ഹാബിച്വൽ ആക്ഷൻ, റുട്ടീൻ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഫാക്ട്സ്, ഇതെല്ലാം കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ടു റെപ്രസെന്റ് ഹാബിച്വൽ ആക്ഷൻ, റുട്ടീൻ, ഫാക്ട്സ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതിനെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, നമുക്ക് 1 by 1 എക്സാമ്പിൾസിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ കാപ്പി കുടിക്കുന്നു അല്ലെങ്കിൽ കോഫി കുടിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ നിത്യേന ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതെല്ലാം ആ വെർബ് ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ പറയും? ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ കോഫി കുടിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, അത് നിങ്ങൾക്കറിയാം, സിംഗുലർ ആണെങ്കിൽ എസ് ചേർത്ത് വരും വെർബ്. ഇപ്പൊ ഷീലയോ ഷീയോ ആണെങ്കിൽ എന്ത് വരും? ഡ്രിങ്ക്സ് കോഫി. ദേ, യു, അങ്ങനെയുള്ള എല്ലാം, വി, ഐ, ഇതിനോടൊപ്പം എല്ലാം എന്ത് വരും? പ്ലൂറൽ ഫോം, റൂട്ട് ഫോം വരും. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും രാവിലെ കോഫി കുടിക്കുന്നു. ഐ ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നു. നമ്മളെ റുട്ടീൻ നമ്മൾ അങ്ങനെയാണ്, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഞാൻ ജോലി ചെയ്യുന്നു. എങ്ങനെ പറയും? ഐ വർക്ക് ഫ്രോം 9 AM to 5 PM എവറി ഡേ. എല്ലാ ദിവസവും 9 മണി തൊട്ട് 9 AM, രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ 5 PM വർക്ക് ചെയ്യുന്നു. ഐ വർക്ക് ഫ്രം 9 AM to 5 PM എവറി ഡേ. ഓക്കെ, ഇനി എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. ഇതൊക്കെ സിമ്പിൾ ആണ്, വളരെ. ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. ഇടയ്ക്ക് നമുക്ക് ചില കോംപ്ലക്സ് സെന്റൻസുകളാക്കി അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി നമുക്ക് പറഞ്ഞു പഠിക്കാം. ഐ ഗോ ടു ദ ജിം എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും ജിമ്മില് പോകുന്നു. ഇനി അവൾ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കുന്നു. ഷീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കുന്നു. സബ്ജക്റ്റ് വെർബ്, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. ഷീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. ഓക്കെ, ഇനി ഞായറാഴ്ചകളിൽ എന്റെ സഹോദരൻ ഫുട്ബോൾ കളിക്കുന്നു. ഞായറാഴ്ചകളിൽ എന്റെ സഹോദരൻ ഫുട്ബോൾ കളിക്കുന്നു. എങ്ങനെ പറയും? മൈ ബ്രദർ പ്ലേസ് ഫുട്ബോൾ ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ മൈ ബ്രദർ പ്ലേസ് ഫുട്ബോൾ ഓൺ സൺഡേസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ എല്ലായ്പ്പോഴും ജോലിക്ക് പോകുന്നത് ബസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ എന്നും ജോലിക്ക് പോകുന്നത് ബസ്സിലാണ്. അപ്പൊ എങ്ങനെ പറയും? ഐ ഓൾവേസ് ടേക്ക് ദ ബസ് ടു വർക്ക്. എങ്ങനെ പറയും? ടേക്ക് ദ ബസ് ടു വർക്ക്. ഐ ഓൾവേസ് ടേക്ക് ദ ബസ് ടു വർക്ക്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ ട്രൂത്ത്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതെല്ലാം യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. എങ്ങനെ പറയും? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. ഇതെല്ലാം യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അവിടെ എല്ലാം നമ്മൾ എന്തേ ഉപയോഗിക്കുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പറയുള്ളൂ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതിനകത്തൊരു കാര്യം നോട്ടബിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫ്യൂച്ചറിലെ വില്ല് ഷാള് ചേർത്ത് പറയുന്നതിനേക്കാളും ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ യു ക്യാൻ യൂസ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. പേസയൊക്കെ എഴുതുവാണെങ്കിലും സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസന്റ് എഴുതിയാൽ മതിയെന്ന് പറയും. അതായത് നിയർ ഫ്യൂച്ചറിലെ ഒരു കാര്യം. ഇപ്പൊ പ്രധാനമന്ത്രി അടുത്ത ആഴ്ച കേരളം സന്ദർശിക്കും. നിയർ ഫ്യൂച്ചർ ആണ്. അപ്പൊ എങ്ങനെ പറയും? ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് വീക്ക്. അവിടെ വിൽ വിസിറ്റ് എന്ന് പറയുന്നതിന് വരെ എങ്ങനെ പറഞ്ഞാൽ മതി? ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് വീക്ക്. അതുപോലെ സ്കൂൾ അടുത്ത ആഴ്ച തുറക്കും, അടുത്ത തിങ്കളാഴ്ച തുറക്കും എന്നാണെങ്കിൽ എങ്ങനെ പറയും? ദ സ്കൂൾ റീഓപ്പൺസ് നെക്സ്റ്റ് മൺഡേ. സ്കൂള് അടുത്ത തിങ്കളാഴ്ച തുറക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസ് ഇത്രയും പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഫാക്ട്സ്, റുട്ടീൻ. അതിനെ കാണിക്കാൻ വേണ്ടി എപ്പോഴും ഇപ്പൊ
ദ ക്രോ ഈസ് ബ്ലാക്ക്, ദ മിൽക്ക് ഈസ് വൈറ്റ്, അതൊക്കെ ഫാക്റ്റ് ആണ്. അവിടെ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് പഠിക്കാം. പ്രസന്റ് എല്ലാം ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓൺ ഗോയിങ് പ്രോസസ്സ്. ഞാൻ ടെൻസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. നമ്മൾ പറയുന്ന സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാണെങ്കിൽ നമുക്ക് അവിടെ ഏത് ടെൻസ് ഉപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ആഴ്ച എക്സാമിനേഷന് വേണ്ടി അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കുകയാകുന്നു. എങ്ങനെ പറയും? ഐ ആം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം ദിസ് വീക്ക്. ഈ ആഴ്ച ഞാൻ എന്റെ എക്സാമിന് വേണ്ടി പഠിക്കുകയാകുന്നു. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഫാൻ കറങ്ങുന്നത്, ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. പുറത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, എപ്പോഴാണോ നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് ടെൻസ് ഉപയോഗിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അറ്റ് പ്രസന്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ വേർ വി ക്യാൻ യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാകുന്നു. എങ്ങനെ പറയും? ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ. നിങ്ങൾ എന്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞു നോക്കണം കേട്ടോ. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ എന്ന് നോക്കണം. ഐ ആം റീഡിങ് എ ബുക്ക് റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാകുന്നു. ഓക്കെ, ടെൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ യൂസ് പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാകുന്നു. ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാകുന്നു. എങ്ങനെ പറയും? ഐ ആം പഠിക്കുകയാകുന്നു ലേണിംഗ് ടു പ്ലേ ഗിറ്റാർ. ഗിറ്റാർ വായിക്കുക എന്നുള്ളതിന് പ്ലേ ഗിറ്റാർ. ഐ ആം ലേണിംഗ് ടു പ്ലേ ഗിറ്റാർ. ഞാൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കുകയാകുന്നു. ഓക്കെ, ഇനി ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. അടുത്ത നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് നേരത്തെ ചെയ്തൊരു പ്രവൃത്തിയുടെ അതിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിലോ നമുക്കൊരു അൺഎക്സ്പെക്ടഡ് ടൈമിൽ ഒരു സമയമല്ലാതെ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനെ കാണിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ നേരത്തെ ഒരു പ്രവൃത്തി നടന്നതിന്റെ പ്രസക്തി ഇപ്പോഴും നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ പറയും ഇപ്പം ഐ എയ്റ്റ് മാംഗോ, ഞാൻ മാംഗോ തിന്നു എന്ന് പറയുന്നു. ഞാൻ മാങ്ങ തിന്നിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൻ മാംഗോ, സം റിമെയിൻസ് ഇൻ ദെയർ ഫേസ്. മുഖത്ത് എന്തെങ്കിലും മാങ്ങ തിന്നതിന്റെ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നേരത്തെ ചെയ്ത പ്രവൃത്തിയുടെ അതിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ടൈമിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇപ്പൊ അവൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ പറയും? ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. അവൾ നേരത്തെ തന്നെ കഴിച്ചു അല്ല, അവൾ നേരത്തെ തന്നെ കഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു സമയം പറയും. ഇത് അതല്ല, അവൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും? ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ ഞാൻ എന്റെ ഹോംവർക്ക് തീർത്തിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഹോംവർക്ക് തീർത്തിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. പിന്നീട് നമുക്ക് പഠിച്ചിട്ടുണ്ട് തമ്മിൽ വ്യത്യാസമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ഇങ്ങനെയാണ് അതിന്റെ, അതായത് തീർത്തിട്ടുണ്ട് അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും നല്ല, ഞാനത് തീർത്തിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ആ ടോൺ ഓഫ് സ്പീക്കിങ്ങിലും ആ അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? വി വിസിറ്റഡ് പാരീസ് അല്ല, പിന്നെ എന്താണ്? വി ഹാവ് വിസിറ്റഡ് പാരീസ്. ഞങ്ങൾ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ. ഞാൻ ആ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദാറ്റ് മൂവി ബിഫോർ. ഓക്കെ, ഇനി അവർ അവരുടെ ജോലി നേരത്തെ തീർത്തിട്ടുണ്ട്. അവർ അവരുടെ ജോലി നേരത്തെ തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെ പറയും? ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും? ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദെയർ വർക്ക്. ദേ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ദെയർ വർക്ക്. അവർ അവരുടെ ജോലി നേരത്തെ തീർത്തിട്ടുണ്ട്. ഞങ്ങൾ 5 വർഷം ഈ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ഞങ്ങൾ 5 വർഷം ഈ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും? വി ഹാവ് lived in this city for 5 years. We have lived, ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് in this city for 5 years. 5 വർഷം. ആ 5 years എന്നുള്ള കാണിക്കാൻ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? for 5 years. ഞങ്ങൾ 5 വർഷം ഈ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് ആണ്. അതായത് ഒരു പ്രവൃത്തി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു, അറ്റ് പ്രസന്റ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ഇതങ്ങനെയല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങി അവിടെ കണ്ടിന്യൂ ചെയ്ത് അറ്റ് പ്രസന്റ് ഓൾസോ കണ്ടിന്യൂയിങ്. ടു റെപ്രസെന്റ് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, കണ്ടിന്യൂഡ് ഇൻ ദ പാസ്റ്റ്, അറ്റ് പ്രസന്റ് ഓൾസോ കണ്ടിന്യൂയിങ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഏത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് ആണ്. ഓക്കെ, ഈ ടെൻസിന്റെ കൂടെ സിൻസും ഫോറും പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നു. പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെയും ഇത് ഉപയോഗിക്കും, സിൻസ് ഫോർ. സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. സിൻസ് ലാസ്റ്റ് മന്ത്, സിൻസ് 2010, സിൻസ് ലാസ്റ്റ് വീക്ക്. അങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, സിൻസ്. അതേസമയത്ത് ഫോർ ആണെങ്കിലോ, ഫോർ 2 weeks, പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ. ഫോർ 2 years, ഫോർ 6 months, അങ്ങനെ ഒരു പീരീഡിനെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ടൈം റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതാണ് ഏത്? സിൻസും ഫോറും. ഓക്കെ, സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ, ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ. മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. 2 മണിക്കൂറായി ഞാൻ ബസ് കാത്തു നിൽക്കുകയാകുന്നു. 2 മണിക്കൂറായിട്ട്, അതായത് നേരത്തെ തുടങ്ങി നേരത്തെ കണ്ടിന്യൂ ചെയ്ത് അറ്റ് പ്രസന്റ് ഓൾസോ എന്തിനു വേണ്ടി നിൽക്കുവാണ്? ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാകുന്നു. അപ്പൊ എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours. 2 മണിക്കൂറായി ഞാൻ ബസ് കാത്തു നിൽക്കുകയാകുന്നു. ഓക്കെ, ഇനി 2 മണിക്കൂറായിട്ട് ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി ജോലി ചെയ്യുകയാകുന്നു. ഒരു പ്രോജക്റ്റ് നമുക്ക് തീർക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്യുകയാകുന്നു. നേരത്തെ തുടങ്ങി നേരത്തെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? കണ്ടിന്യൂ ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്ട്. ഈ പ്രോജക്റ്റിന് വേണ്ടി, ഓൺ ദിസ് പ്രോജക്ട് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാകുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്ട് ഫോർ 2 hours. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. 2 വർഷമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഇപ്പൊ ഒരു പെൺകുട്ടി ഷീ ആണെങ്കിലോ, ഷീ ഹാസ് ബീൻ. അവിടെ എന്ത് വരും? ഷീ വരുമ്പോ ഹാസ് വരും. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഇവിടെ എന്താണ്? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 2 years. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2010 മുതൽ ഷീല ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. 2010 മുതൽ ഷീല ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കിയ പോയിന്റ് ഓഫ് ടൈം ആണ് 2010. അപ്പൊ എങ്ങനെ പറയുന്നത് ഉപയോഗിക്കും? സിൻസ്. ഷീല ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ സിൻസ് 2010. 2010 മുതൽ 24 ആണെങ്കിൽ 14 years ആ പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ പറഞ്ഞേനെ? ഷീല ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ ഫോർ 14 years. ഓക്കെ, ഇത് അങ്ങനെ ഒരു മുതൽ എന്നുള്ളത് കൊണ്ട് അവിടെ എന്താണ് ചേർക്കേണ്ടത്? സിൻസ്. അപ്പൊ എങ്ങനെ പറയും? ഷീല ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ സിൻസ് 2010. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ 4 ടെൻസ്: സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ യൂസ് മനസ്സിലായി. ഈ ഓരോ എക്സാമ്പിൾ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ് ലാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞു നോക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് അതായത് ടു റെപ്രസെന്റ് കംപ്ലീറ്റഡ് ആക്ഷൻ അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന്, അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. നമ്മുടെ ഈ മൊമെന്റിന് മുമ്പ് ഏത് സമയം ചേർത്ത് പറഞ്ഞാലും, ഇന്നലെ, മിനിഞ്ഞാന്ന്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൽ പാസ്റ്റിൽ നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരനെ സന്ദർശിച്ചു. ഇന്നലെ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, ഞാൻ ഇന്നലെ. അപ്പൊ എങ്ങനെ പറയും? ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഇപ്പൊ ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. സിംപ്ലി വി ക്യാൻ സേ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പൊ ആ സ്പെസിഫിക് ടൈം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഏത് ടെൻസ് ഉപയോഗിക്കത്തുള്ളൂ? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇനി ഷീല ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി. എങ്ങനെ പറയും? ഷീല വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ. ഷീല വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ് യെസ്റ്റർഡേ. ഓക്കെ, ഇനി അവൾ അവിടെ കഴിഞ്ഞ ആഴ്ച അവസാനം അവളുടെ ഗ്രാൻഡ്മയെ കണ്ടു. എങ്ങനെ പറയും?
അവളുടെ ഗ്രാൻഡ്മയെ കഴിഞ്ഞ ആഴ്ച അവസാനം കണ്ടു. എങ്ങനെ പറയും? ഷീ മെറ്റ് ഹെയർ ഗ്രാൻഡ് മദർ ലാസ്റ്റ് വീക്കെൻഡ്. അവിടെ ലാസ്റ്റ് വീക്കെൻഡ് എന്നൊരു സമയമുണ്ട്, അതുകൊണ്ട് എന്തേ ഉള്ളൂ? ഷീ മെറ്റ് ഹെയർ ഗ്രാൻഡ് മദർ ലാസ്റ്റ് വീക്കെൻഡ്. ഓക്കെ. ഇനി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മൈസൂർ സന്ദർശിച്ചു. എങ്ങനെ പറയും? വി സന്ദർശിച്ചു എന്നുള്ളതിന് വിസിറ്റഡ്. മൈസൂർ ലാസ്റ്റ് വീക്ക്. വി വിസിറ്റഡ് മൈസൂർ ലാസ്റ്റ് വീക്ക്. ഓക്കെ. ഞാൻ ഇന്നലെ വൈകുന്നേരം കളി കണ്ടു. എങ്ങനെ പറയും? ഐ വാച്ച് ദ ഗെയിം. കളി കണ്ടു എന്നാൽ വാച്ച് ചെയ്യുക. ഐ വാച്ച് ദ ഗെയിം യെസ്റ്റർഡേ ഈവനിങ്. ഇന്നലെ വൈകുന്നേരം ഞാൻ കളി കണ്ടു. ഐ വാച്ച് ദ ഗെയിം യെസ്റ്റർഡേ ഈവനിങ്. ഇനി അവർ ഒരു പുതിയ വീട്ടിലേക്ക് 2 മാസം മുൻപ് മാറി. അതായത് 2 മാസം മുൻപ് അവർ പുതിയ വീട്ടിലേക്ക് മാറി. എങ്ങനെ പറയും? മാറി. They moved to a new house. അവരൊരു പുതിയ വീട്ടിലേക്ക് മാറി. They moved to a new house 2 months ago. 2 മാസം മുമ്പ് ഒരു പുതിയ വീട്ടിലേക്ക് മാറി. They moved to a new house 2 months ago. Okay. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലായി. സ്പെസിഫിക് ടൈം പാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതേ ഉപയോഗിക്കത്തുള്ളൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ. അതായത് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റും ഒക്കെ തമ്മിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. അതിനാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു. at present an action is going on. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എന്ത് പറയും? പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ്. ഇന്നലെ, മിഞ്ഞാന്ന്, കഴിഞ്ഞ മാസം, കഴിഞ്ഞ ദിവസം, അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിൽ പാസ്റ്റില് ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഏത് ടെൻസ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ. ടു ഡിനോട്ട് ദ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ടു ഡിനോട്ട് the actions in the past at a specific in progress at a specific time in the past. Okay. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ TV കാണുകയായിരുന്നു. രണ്ടും അവിടെയാണ്. ഞാൻ ഫോൺ ബെല്ലടിച്ചപ്പോൾ എന്ത് കണ്ടിന്യൂ ചെയ്യായിരുന്നു? TV കാണുകയായിരുന്നു. ഇപ്പൊ എങ്ങനെ പറയും? I was watching TV when the phone rang. ഫോൺ അടിച്ചപ്പോൾ I was watching TV when the phone റാങ്. ഓക്കെ. നീ വിളിച്ചപ്പോൾ ഞാൻ പത്രം വായിക്കുകയായിരുന്നു. നീ വിളിച്ചപ്പോൾ ഞാൻ പത്രം വായിക്കുകയായിരുന്നു. എന്തായിരുന്നു അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്ന പ്രവൃത്തി? പത്രം വായിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ വെൻ യു കോൾഡ്. ഓക്കെ. ഐ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ വെൻ യു കോൾഡ്. ഓക്കെ. ഇനി അവര് they were having dinner at 7 PM. അതായത് ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സാധനം നടന്നിരുന്നു എന്ന് കാണിക്കാനായിട്ട് അത് പറയും. മനസ്സിലായി? അപ്പൊ എങ്ങനെ പറയും? they were having dinner at 7 PM. അവരവരുടെ ഭക്ഷണം 7 മണിക്ക് കഴിച്ചിരുന്നു. they were having dinner at 7 PM. അതുപോലെ ഇന്നലെ 3 മണിക്ക് അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഇന്നലെ 3 മണിക്ക് അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവിടെ നടന്നിരുന്ന പ്രവൃത്തി എന്താണ്? ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? They were playing football at 3 PM yesterday. ഓക്കെ. ഇന്നലെ 3 മണിക്ക് at 3 PM yesterday. ഇന്നലെ 3 മണിക്ക് അവര് വൈകുന്നേരം ഇല്ല at 3 PM yesterday. They were playing football at 3 PM yesterday. ഓക്കെ. ഇനി പരീക്ഷയ്ക്ക് മുൻപ് രാത്രി മുഴുവൻ ഞാൻ പഠിക്കുകയായിരുന്നു. പരീക്ഷയ്ക്ക് മുൻപ് രാത്രി മുഴുവൻ ഞാൻ പഠിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് ഓൾ നൈറ്റ്. രാത്രി മുഴുവനും. ബിഫോർ ദ എക്സാം. രാത്രി മുഴുവൻ എന്നുള്ളതിന് ഓൾ നൈറ്റ്. ഇപ്പൊ എങ്ങനെ പറയും? ഐ വാസ് സ്റ്റഡിയിങ് ഓൾ നൈറ്റ് ബിഫോർ ദ എക്സാം. ഓക്കെ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നോക്കി റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു നോക്കണം. യൂസസ് തറവാക്കി വെക്കണം. എന്നാലേ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നിങ്ങൾക്ക് എവിടെ വേണേലും അത് ഉപയോഗിക്കാം. ഓക്കെ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. പലപ്പോഴും തെറ്റിച്ച് അതിന്റെ യൂസ് മാറിപ്പോകുന്ന ഒരു ടെൻസ് ആണ് ഇത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും കൂടെ വ്യത്യാസം മനസ്സിലാക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏർലിയർ പാസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഭൂതകാലത്തിൽ തന്നെ 2 പ്രവൃത്തികൾ നടന്നാൽ അതിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും. പറയുന്നതിനകത്തല്ല, നടന്നതിനകത്ത് ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും. അതായത് if 2 actions took place in the past
The first action will be in past perfect and the second action will be in simple past. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടന്നാൽ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലോട്ട് പോകാം. ഓക്കെ, ഞാൻ പാർട്ടിക്ക് എത്തുന്നതിന് മുൻപേ അവൾ പോയി. ഞാൻ പാർട്ടിക്ക് എത്തുന്നതിന് മുൻപേ അവൾ പോയി. ഇതിനകത്ത് സെന്റൻസിനകത്ത് ഞാൻ പാർട്ടിക്ക് എത്തുന്നതിന് മുമ്പേ എന്നാണ്, പക്ഷെ അവിടെ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? അവൾ പോയി. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ പറയും? ഷി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് when I arrived at the party. മനസ്സിലായോ? ഷി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. then next simple past when I arrived at the party. ഓക്കെ, ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ഡിന്നർ കഴിച്ചിരുന്നു. നമ്മൾ പലയിടത്തും ഇത് ഉപയോഗിക്കും നിത്യേനയുള്ള എല്ലാ കാര്യങ്ങളിലും. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ഡിന്നർ കഴിച്ചിരുന്നു. എങ്ങനെ പറയും? അവിടെ നടന്നത് ഏതാണ്? ആദ്യം നടന്ന ഏതാണ്? ഡിന്നർ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ എങ്ങനെ പറയും? they had finished dinner by the time we arrived. by the time we arrived, അതായത് എത്തിയപ്പോഴേക്കും by the time we arrived. they had finished dinner by the time we arrived. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ ഡിന്നർ കഴിച്ചിരുന്നു. ഓക്കെ, ഇനി അതിഥികൾ വരുന്നതിന് മുൻപേ അവൾ വീടൊക്കെ വൃത്തിയാക്കി. അതിഥികൾ വരുന്നതിന് മുൻപേ അവൾ വീടൊക്കെ വൃത്തിയാക്കി. അതിഥികൾ വരുന്നതിന് മുൻപ് അവൾ ചെയ്ത പ്രവൃത്തി ഏതാണ്? രണ്ടും പാസ്റ്റ് ആണ്. അവൾ ആദ്യം ചെയ്ത എന്താണ്? വീട് വൃത്തിയാക്കി. അപ്പൊ അവിടെയാണ് ഏത് ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയും? ഷീ ഹാഡ് ക്ലീൻഡ് ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഓക്കെ, ഷീ ഹാഡ് ക്ലീൻഡ് ദ ഹൗസ്. അവള് വീടുകൾ വൃത്തിയാക്കി. എപ്പോഴാണ്? അതിഥികൾ വരുന്നതിന് മുൻപേ, ബിഫോർ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പലയിടത്തും നിങ്ങൾക്ക് തെറ്റുവരുന്നതാണ്. ഓക്കെ, ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചിരുന്നു. സാധാരണ നമ്മൾ പറയുന്ന ഡോക്ടർ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. എങ്ങനെ പറയും? അതിനകത്ത് ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ഓൾറെഡി നടന്ന ഏതാണ്? രോഗി മരിച്ചു. അതിനുശേഷമാണ് ആര് വന്നത്? ഡോക്ടർ വന്നത്. അപ്പൊ എങ്ങനെ പറയും? ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ഡോക്ടർ എത്തിയപ്പോഴേക്കും രോഗി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ഓക്കെ, ഇനി ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ല് അടിച്ചിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ല് അടിച്ചിരുന്നു. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ബെല്ലടിച്ചതാണ് അല്ലെ? അപ്പൊ എങ്ങനെ പറയും? ദ ബെൽ ഹാഡ് ഓൾറെഡി റൺ when I reached the school. The bell had already rung. V3 ഫോം ആണ്. when I reached the school. ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ല് അടിച്ചിരുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്. പാസ്റ്റ് പെർഫെക്റ്റ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 2 ആക്ഷൻസ് പാസ്റ്റിൽ നടന്നാൽ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, അത് ഇപ്പോഴും തുടരുന്നു. ഇത് അങ്ങനെയല്ല. ആക്ഷൻസ് ദാറ്റ് വെയർ ഓൺ ഗോയിങ് അപ്പ് അണ്ടിൽ എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു പ്രത്യേക സമയം വരെ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വലിയ ഉപയോഗമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അവനൊരു ബ്രേക്ക് എടുക്കുന്നതിന് മുൻപ് പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു ബ്രേക്ക് എടുക്കുന്നതിന് മുൻപ് പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഓൺ ദ പ്രോജക്ട്. എപ്പോഴാണ്? ആ സ്പെസിഫിക് പോയിന്റില് 4 hours ബിഫോർ ഹി ടുക്ക് എ ബ്രേക്ക്. അവൻ ഒരു ബ്രേക്ക് എടുക്കുന്നതിന് മുൻപ് he had been working on the project 4 hours before he took a break. ഒരു ബ്രേക്ക് എടുക്കുന്നതിന് മുൻപ് ആ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ 2 മണിക്കൂറായി പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ വിളിച്ചു. മനസ്സിലായോ? അപ്പൊ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോ വരെ? കൂട്ടുകാരൻ വിളിച്ചപ്പോൾ വരെ. അപ്പൊ എങ്ങനെ പറയും? I had been studying for 2 hours when my friend called. I had been studying for 2 hours when my friend called. ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ വിളിച്ചു. I had been studying for 2 hours when my friend called.
ഓക്കെ. ഇനി മഴ പെയ്ത് തുടങ്ങിയപ്പോഴേക്കും അവരെന്ത് ചെയ്യായിരുന്നു? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ദേ ഹാഡ് ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഓക്കെ, മഴ ചാറിക്കൊണ്ടിരുന്നപ്പോ അവർ 2 മണിക്കൂറുകളായിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ പറയും? ദേ ഹാഡ് ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അന്നേരം മഴ പെയ്തു തുടങ്ങി. ഓക്കെ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് വലിയ ഉപയോഗമൊന്നുമില്ല. ഒരു പ്രത്യേക സമയം വരെ ഒരു പ്രവൃത്തി തുടരുകയായിരുന്നു എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ പാസ്റ്റിലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കി. ഇനി നമുക്ക് ഫ്യൂച്ചറിന്റെ 4 പഠിക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ആക്ഷൻസ്, പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ഡിസിഷൻസ് ഒക്കെ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ടു റെപ്രസെന്റ് ഫ്യൂച്ചർ ആക്ഷൻസ്, പ്രെഡിക്ഷൻസ് ആൻഡ് സ്പോണ്ടേനിയസ് ഡിസിഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ വരുമ്പോൾ നിന്നെ വിളിക്കാം. എങ്ങനെ പറയും? ഐ വിൽ കോൾ യു വെൻ ഐ അറൈവ്. ഐ വിൽ കോൾ യു വെൻ ഐ അറൈവ്. ഞാൻ വരുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. എങ്ങനെ പറയും? ഐ വിൽ കോൾ യു വെൻ ഐ അറൈവ് അറ്റ് ദ എയർപോർട്ട്. ഐ വിൽ കോൾ യു, ഞാൻ നിന്നെ വിളിക്കാം. എപ്പോഴാണ്? വെൻ ഐ അറൈവ് അറ്റ് ദ എയർപോർട്ട്. ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ നിന്നെ വിളിക്കാം. ഓക്കെ, അവൾ അവളുടെ ഗ്രാൻഡ് പേരൻസിനെ അടുത്ത ആഴ്ച അവസാനം സന്ദർശിക്കും. ഇപ്പൊ എങ്ങനെ പറയും? അവൾ അവളുടെ ഗ്രാൻഡ് പേരൻസിനെ അടുത്ത ആഴ്ച സന്ദർശിക്കും. ഷീ വിൽ വിസിറ്റ് ഹെർ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്കെൻഡ്. ഷീ വിൽ വിസിറ്റ് ഹെർ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്കെൻഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ മറ്റേ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതായത് സിമ്പിൾ ഫ്യൂച്ചറിന് പകരം നമുക്ക് എന്ത് ചേർത്ത് പറയാം? ഗോയിങ് ടു ഫോം ചേർത്ത് പറയാം. അതായത് ഫ്യൂച്ചർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗോയിങ് ടു ചേർത്ത് പറയാം. ഇപ്പൊ ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോകുകയാണ്. സാധാരണ ഐ വിൽ ഗോ ടു ചെന്നൈ ടുമോറോ എന്ന് പറയുന്നതിന് പകരം എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു ചെന്നൈ ടുമോറോ. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഫ്യൂച്ചറിനകത്ത് വേറെ ഫോം ചേർത്ത് വില്ലിന് പകരം എന്ത് ചേർത്ത് പറയാം? ഗോയിങ് ടു ഫോം ചേർത്ത് പറയാം. ഐ ആം ഗോയിങ് ടു ചെന്നൈ ടുമോറോ. ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോവുകയാണ്. അതുപോലെ ബാബു മിനിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ പറയാം? അത് ഫ്യൂച്ചറിലാണ്. അപ്പൊ നമുക്ക് ബാബു വിൽ മാരി വേണ്ട, പിന്നെ എങ്ങനെ പറയാം? ബാബു ഈസ് ഗോയിങ് ടു മാരി മിനി. ബാബു ഈസ് ഗോയിങ് ടു മാരി മിനി. ബാബു മിനിയെ വിവാഹം കഴിക്കാൻ പോകുകയാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ആണ്. എപ്പോ കണ്ടിന്യൂ ചെയ്യും? ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാകും എന്ന് കാണിക്കാനാണ്. ആക്ഷൻസ് ദാറ്റ് വിൽ ബി ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് അവിടെ അത് എന്ത് കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. അങ്ങനെയുള്ളിടത്ത് എന്താ ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, നാളെ 9 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും. ഇങ്ങനെ പറയും? at 9 PM tomorrow I will be studying. നാളെ 9 മണിക്ക് ഞാൻ, അല്ലെങ്കിൽ നാളെ രാത്രി 9 മണിക്ക് ഞാൻ പഠിക്കുകയായിരിക്കും. എങ്ങനെ പറയും? at 9 PM tomorrow I will be studying. ഓക്കെ, അതുപോലെ നാളെ ഈ സമയത്ത് ഞാൻ ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയാകും. നാളെ ഈ സമയത്ത് ഞാൻ ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയാകും. This time tomorrow I will be traveling to New York. Okay, this time tomorrow I will be traveling to New York. Okay, ഇനി അടുത്ത ആഴ്ച ഈ സമയം ഞാൻ പരീക്ഷ എഴുതുകയാകും. എപ്പോഴും കുട്ടികൾ പറയണം നാളെ ഈ സമയത്ത് ഞാൻ പരീക്ഷ എഴുതുകയോ അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ പരീക്ഷ എഴുതുകയാകും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് സമയത്ത് നമ്മൾ അങ്ങനെ എപ്പോഴും പറയും. അപ്പൊ എങ്ങനെ പറയും? ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം. അവിടെ എക്സാം കണ്ടിന്യൂ ചെയ്യുകയാകും. അപ്പൊ എങ്ങനെ പറയും? ദിസ് ടൈം നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം. ഓക്കെ, ഇപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായി. ഇനി അടുത്ത ടെൻസ് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതും നല്ല ഉപയോഗമുള്ള ഒരു ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത്
അവിടെയും കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. ദ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഒരു ഭാവിയിലെ ഒരു പ്രത്യേക സമയത്തിന് മുൻപ് ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയിട്ടുണ്ടാകും. അടുത്ത വർഷം ആകുമ്പോഴേക്കും, ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്താണ്? ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ആവുമ്പോഴേക്കും ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം യൂണിവേഴ്സിറ്റി. ഓക്കെ, 5 മണിയാകുമ്പോഴേക്കും ഞാൻ എന്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. 5 മണിയാകുമ്പോഴേക്കും ഞാൻ എന്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. എങ്ങനെ പറയും? ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ 5 PM. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ 5 PM. 5 മണിയാകുമ്പോഴേക്കും ബൈ 5 PM. ഓക്കെ, ഇനി ഈ മാസം അവസാനമാകുമ്പോഴേക്കും അവർ ആ പ്രോജക്റ്റ് തീർത്തിട്ടുണ്ടാകും. എങ്ങനെ പറയും? ഈ മാസം അവസാനമാകുമ്പോഴേക്കും അവർ ആ പ്രോജക്റ്റ് തീർത്തിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. അതാണ് അതിനകത്ത്, ആ പ്രോജക്റ്റ് തീർത്തിട്ടുണ്ടാകും. എപ്പോഴാണ്? ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഒരു സ്പെസിഫിക് ടൈം അവിടെ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഈ മാസം അവസാനമാകുമ്പോഴേക്കും. അതെങ്ങനെ പറയും? ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. അപ്പൊ എങ്ങനെ പറയും? ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്. ഓക്കെ, ഇനി നീ വരുമ്പോഴേക്കും ഞാൻ എന്റെ സ്യൂട്ട് കേസ് പാക്ക് ചെയ്തിട്ടുണ്ടാകും. നീ വരുമ്പോഴേക്കും ഞാൻ എല്ലാം സ്യൂട്ട് കേസ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ പറയും? അവിടെ ഏതാണ്? നീ വരുമ്പോഴേക്കുമാണ് സമയം. ബൈ ദ ടൈം യു അറൈവ് ഐ വിൽ ഹാവ് പാക്ഡ് മൈ സ്യൂട്ട് കേസ്. ബൈ ദ ടൈം യു അറൈവ് ഐ വിൽ ഹാവ് പാക്ഡ് മൈ സ്യൂട്ട് കേസ്. ഓക്കെ, നീ വരുമ്പോഴേക്കും ഞാൻ എന്റെ സ്യൂട്ട് കേസ് പാക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. യാതൊരു ഉപയോഗം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തൊരു ടെൻസ് ആണ് ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ദാറ്റ് വിൽ ബി ഓൺ ഗോയിങ് അപ്പ് അണ്ടിൽ എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഒരു പ്രത്യേക സമയം വരെ ഒരു കാര്യം തുടരുകയായിരിക്കും എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ മാസം അവസാനം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ 5 വർഷമായി ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരിക്കും. ഈ മാസം അവസാനമാകുമ്പോഴേക്കും ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഈ മാസം അവസാനം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ 5 വർഷമായി ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാകും. ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഓക്കെ, അപ്പൊ ഇതിന് ഞാനൊരു എക്സാമ്പിൾ, വലിയ കാര്യമായിട്ട് ഇതിനകത്ത് അങ്ങനെ ഇല്ല. അതുകൊണ്ട് 12 ടെൻസും ഞാൻ നിങ്ങൾക്ക് യൂസസ് ഇപ്പൊ പറഞ്ഞു തന്നു. ഓരോ ടെൻസും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിനകത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, അങ്ങനെ. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കുന്നതിനോടൊപ്പം നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു പഠിക്കുക. നിങ്ങൾക്ക് തന്നെ സ്വയം അതേ രീതിയിൽ എക്സാമ്പിൾസ് എഴുതി കമന്റ് ബോക്സിൽ എഴുതിയിട്ട് തന്നാലും ഞാൻ പറഞ്ഞു തരാം. എന്തായാലും യൂസസ് പഠിച്ചാൽ വളരെ, ടെൻസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു. ടെൻസ് അത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ആപ്ലിക്കേഷൻ ലെവൽ എവിടെയാണെന്ന് പഠിക്കണം. അതിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ 12 ടെൻസിന്റെ യൂസസ് ഓരോന്നും ഇങ്ങനെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അന്നേരം വളരെ എളുപ്പത്തിൽ സെന്റൻസുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് സെന്റൻസുകൾ മേക്ക് ചെയ്യാനായിട്ട് പറ്റും മനസ്സിൽ. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആദ്യം മുതലേ സമയമെടുത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.